ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ എന്തൊരാഗ്രഹം. ചേട്ടനും ചേട്ടന്റെ കാളയും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴും ചേരലും ചെളിയിലും അല്ലേ? അതാടി എന്റെ അന്തസ്. എനിക്ക് എന്റെ ചേട്ടനെ അന്തസ്സായ വേഷത്തിൽ കാണാൻ എന്തൊരു കൊതി. എന്റെ ജോലി കൃഷി, അതിനനുസരിച്ച വേഷം. തൊട്ടിരിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റുന്നില്ലല്ലോ. ദേഹം മുഴുവൻ അഴുക്ക്. അത് പുറത്തല്ലേ, അകത്തല്ലല്ലോ നിന്റെ അച്ഛനെ പോലെ. അച്ഛനും ചേട്ടനും തമ്മിൽ ഒന്ന് ഇണങ്ങി കണ്ടാ മതിയായിരുന്നു. അത് ഈ ജന്മം നടക്കും തോന്നില്ല. അച്ഛന് ചേട്ടനോട് എന്താ ഇത്ര വിരോധം? അത് ഇപ്പൊ നീ അറിയണ്ട. അപ്പോ നമ്മുടെ സ്നേഹത്തിന്റെ അവസാനം? വാസന്തി, നാം രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ മതി നമ്മുടെ വിവാഹം. പക്ഷേ എന്റെ അനുജത്തി ശാന്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ് ചേട്ടാ, ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. നിങ്ങൾ ഔട്ട് ഹൗസിൽ കൂടി വന്നതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. സ്വാമി, താങ്ങോട്ടിരിക്കണം. മിസ്റ്റർ പട്ടാളം പാർട്ടി ഡിസ്ചാർജ് കിട്ടിയതിന് ശേഷം ആദ്യമായി നമുക്കിതൊരു പാർട്ടിയായിരുന്നു. അപ്പോ അതിൽ സ്വാമിയോട് പങ്കെടുക്കാതിരിക്കുന്ന മോശമല്ലേ? അത് നമ്മുടെ ഔട്ട് ഹൗസിലെ. പിന്നെ ഞാൻ നിശ്ചയമായി തുടവേ മാട്ടി. മദ്യപാനം പാവമാണ്. ശകലം കഴിച്ചു നോക്കണം സ്വാമി. ഇല്ല, എന്റെ ലൈഫിൽ ഇതുവരെ ഇതിന്റെ വെള്ളേ അടിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഒരു സന്ദർഭം വരുമ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. നിശ്ചയമാ ഞാൻ തുടവേ മാറ്റി. സ്വാമി ഇരിക്കണം. വേണ്ട, സ്വാമിയെ ഇരുത്താൻ നോക്കണ്ട. നിങ്ങൾ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നതിന്റെ രഹസ്യം എനിക്കറിയാം. സ്വാമി, ഞാനല്ലേ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കണം. എനിക്ക് സാറിനോട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എന്താ അത്? സാറ് இந்த மாதிரி കുടിക്കരുത്. ഉടമ്പ വീണായിട്ട് കെട്ടുപോയിടും സാർ. സ്വാമി, ഒന്ന് മനസ്സിലാക്കണം. ക്ലാസ്മേറ്റിനേക്കാൾ കൂടുതൽ സ്വാധീനം ക്ലാസ്മേറ്റിനാണ്. ശരിയാണ് ദാസപ്പൻ പിള്ളേ. പക്ഷേ ഈ കുടികാര പശങ്ങളെല്ലാം അല്പ ഐസാണ്. മനസ്സിലാവണുണ്ടോ? സ്വാമി, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അല്ല, ഇങ്ങനെ അതിർത്തി തർക്കം തീർക്കാനാണെന്ന് പറയൂ. സ്വാമി തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയൊന്നുമല്ല. സ്വാമി കുടിക്കുന്നേ കുടിക്കണം, ഇല്ലെങ്കിൽ പോണം. അല്ല, ഞാനങ്ങ് പോയേക്കാം. പിന്നെ എന്തിനാ സ്വാമി ഈ കരുവാടുകൊണ്ട് അടിവാഴത്തെ പട്ടിയെ പോലെ എങ്ങനെയാണ് കറങ്ങണത്? നീ ഉറുത്തനായിട്ടാണ് ഇവരെല്ലാം കുടിപ്പിച്ച് കുട്ടി ചോറാക്കുന്നത്. ഈ മദ്യം വാങ്ങിക്കുന്ന കാശിന് നല്ല ശുദ്ധമായ പശുവിൻ പാൽ വാങ്ങിച്ച് കാച്ചി നല്ല സ്വീറ്റ് ഷുഗറും പോട്ട് സാപ്പിടക്കൂടാതോ? ഞങ്ങളും ഒക്കെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയാ സ്വാമിയെ പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ഞാൻ സാപ്പിടവേ മാട്ടേ. പിന്നെ സ്വാമി പോണം. എന്താ നിങ്ങളൊരു കാര്യം ചെയ്യാൻ സാർ, ഇവിടെ നിന്നാൽ ഇതെല്ലാം കണ്ടൊന്ന് രസിക്കാമല്ലോ. സാർ, ഈ ചിപ്സ് വെജിറ്റേറിയൻ ആണ്, അത് മാത്രം കഴിക്കാം. വെട്ടടാ സാർ. വാസുവും കൂട്ടരും ഒന്ന് വഴക്കുണ്ടാക്കിയ സാർ ഏറ്റാളാവോ? എടാ, രാമായണം മുഴുവൻ പറഞ്ഞ് മൂക്കറ്റം കള്ളും വാങ്ങിച്ചെന്നാ നിങ്ങളെ കൊണ്ടുവന്നത്. സാർ, കാര്യം ശരിയാണ് സാർ. അടി വീഴുന്നത് ഞങ്ങളുടെ മേത്തല്ലേ സാറേ? എടാ, ലോകമഹായുദ്ധം നേരിട്ട് കണ്ടവനാ ഈ ഭാസി. ചാവുന്നതും കൊല്ലുന്നതും എനിക്ക് പുത്തരിയല്ല. എന്റെ മരം, എന്റെ ഇഷ്ടം, ഞാൻ വെട്ടും. സർവേക്കല്ല് മാറ്റിയിട്ടത് ഞങ്ങൾ തന്നെ. അപ്പോഴും വാസു ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് കുറെ കൂടിപ്പോ. നീ കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ടോ അതോ ഞാൻ വെട്ടോ? ന്യായം പറയാൻ വന്നിരിക്കുന്നു. വെട്ടുന്നോ ഇല്ലയോ? വെട്ടാന്ന് സമ്മതിച്ചാണല്ലോ വന്നത് സാറേ. എങ്കിലും ന്യായം പറയാതിരിക്കാൻ പറ്റുമോ സാർ? എന്നാ വെട്ട്. കാര്യമല്ല ഏറ്റല്ലോ. ഏറ്റു. പ്രസിഡന്റ് നമ്മുടെ കൂടെ ഇവിടെ പെട്ടിടാ. വെട്ടടാ. വീട്ടിൽ പോയിക്കോ.
അയ്യോ പിടിക്കരുത് അയ്യോ 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 ഇനി വരട്ടെ പ്ലാവ് മുറിക്കാൻ. രാമു സമയത്തിന് വന്നില്ലായിരുന്നുവെങ്കിൽ അവന്മാർ ഈ പ്ലാവ് മുറിച്ചേൻ. ഈ വയസ്സുകാലത്ത് അമ്മാവന് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? അതാണ് എന്റെ അച്ഛൻ. മനസ്സിലായോ? വാസു നോക്ക് പോ.